നമ്മൾ പലപ്പോഴും കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വില കൂടിയതും കെമിക്കൽ നിറഞ്ഞതുമായിട്ട് കണ്ടീഷണറുകളാണ് മുടി നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ നല്ല തിളക്കമോടുകൂടി നിൽക്കാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ആയിട്ട് പിന്നെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരം എണ്ണകളൊക്കെ തേക്കാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എഫക്റ്റീവായിട്ടുള്ള ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വെയിലും ചൂടും കൂടുമ്പോൾ നമ്മുടെ മുടിക്കുണ്ടാകുന്നൊരു ഡ്രൈനെസ് ഒരു എന്താ പറയുക മുടി പൊട്ടിപ്പോയിട്ടൊക്കെ ഉള്ള ഒരു രീതിയിൽ ഒട്ടും ആരോഗ്യമില്ലാണ്ട് മുടി വരുവാണെങ്കിൽ അത് മാറ്റാനായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. ഓറഞ്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ. പക്ഷേ ഇത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ ആയിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ നമ്മുടെ സ്കിൻ ടോണൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതും നമുക്ക് മുടിക്ക് വേണ്ടിയിട്ടും കൂടെ ഉപയോഗിക്കാം. താരൻ അകറ്റുന്നത് മുതൽ മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കുന്നത് വരെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിക്ക് അടങ്ങിയിട്ടുള്ള ഗുണങ്ങളിൽ പലതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗള് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഒരു പാത്രം അടച്ചു വയ്ക്കാൻ പറ്റുന്നൊരു പാത്രം എന്തായാലും വേണം. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചില്ലിൻ്റെ കുപ്പി എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൺ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം. മറ്റേതൊരു പഴം പോലെയും ആരോഗ്യപരമായിട്ടുള്ള ധാരാളം ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളതും അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും പോഷക സമൃദ്ധവുമായിട്ടുള്ള ശൈത്യകാല പഴങ്ങളിൽ ഒന്നാണ് ഈ ഓറഞ്ച്. കഴിച്ചതിന് ശേഷം നമ്മൾ വലിച്ചെറിയുന്ന അവയുടെ തൊലികൾ വെച്ചിട്ട് നമുക്ക് സ്കിന്നിനും അതുപോലെ മുടിക്കും ഒക്കെ ഒത്തിരി ബെനിഫിറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി ചെത്തിയെടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഗ്ലാസ് ജാറിൽ ഇടുമ്പോൾ തന്നെ ഒരു പകുതിയോളം തന്നെ ഇട്ടാൽ മതി. മുഴുവനായിട്ടൊന്നും നമ്മൾ അതിനകത്തേക്ക് നിറച്ചിടണ്ട. ഓറഞ്ചിൽ വിറ്റാമിൻ ഇ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ് മുടിക്ക് കിട്ടും. അതുപോലെ തന്നെ ഏതൊരു തരത്തിലുള്ള കേടുപാടുകളിൽ നിന്നും മുടിയെ സംരക്ഷിക്കാനും മുടിയിഴകളിലെ ഓരോ ചെറിയ ഭാഗങ്ങളെയും ശക്തിപ്പെടുത്താനും ഓറഞ്ച് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ്. തലേദിവസത്തെ ഒന്നുമല്ല, നമ്മൾ അന്നത്തെ തന്നെ കഞ്ഞിവെള്ളം എടുക്കുക. അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം നമ്മൾ ഒഴിക്കേണ്ടത് ഓറഞ്ച് ഒരു പകുതിയോളം ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ അത് നിറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഓറഞ്ച് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിക്കുക. മാത്രമല്ല ഓറഞ്ചിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്രീ റാഡിക്കലുമായിട്ട് പൊരുതുകയും മുടിക്കുണ്ടാകുന്ന ക്ഷതങ്ങളൊക്കെ തടയുകയും മുടിയുടെ വളർച്ച തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിറ്റാമിൻ B12, വിറ്റാമിൻ ഇ എന്നിവയും ഓറഞ്ചിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു പാത്രം അടച്ച് വയ്ക്കുക. നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണം. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ഈ ഒരു കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ല തിളക്കമുള്ളതും അതുപോലെ നല്ല ഉള്ളോട് കൂടിയിട്ട് വളരുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു കണ്ടീഷണർ നല്ലൊരു ശുദ്ധീകരണ ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് അഴുക്കുകളെല്ലാം നീക്കി മുടി വൃത്തിയാക്കുകയും അതുപോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാക്കുകയും ചെയ്യും. ഒത്തിരി നാൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷണർ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മുടിയുടെ ഒരു ടെക്സ്ചർ തന്നെ മെച്ചപ്പെടുത്താൻ പറ്റും. മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. ഈ ഒരു കണ്ടീഷണർ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, ശരിക്കും ഇത് ചൈനയിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ച് അപ്പം തന്നെ നമ്മളിത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിതൊരു 5-6 ദിവസം അങ്ങനെ തന്നെ വെക്കുക. നല്ല എയർ ടൈറ്റായിട്ട് തന്നെ വെക്കണം. എയർ ടൈറ്റായിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കഞ്ഞിവെള്ളവും ഈ ഒരു ഓറഞ്ചിൻ്റെ ആ തൊലിയും കൂടെ ചേർന്നിട്ട് ഫെർമെൻറ്റേഷൻ നടന്നിട്ട് ആണ് നമുക്ക് ഈ പറഞ്ഞൊരു കണ്ടീഷനിങ് എഫക്റ്റ് ഉള്ളൊരു കാര്യം കിട്ടുക. ചൂടുകാലത്തൊക്കെ നമ്മൾ ചൂട് കൂടുകയും അല്ലെങ്കിൽ വെയിൽ ഒരുപാട് കൊള്ളുകയൊക്കെ ചെയ്യുന്നവരുടെ മുടി ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചകിരിനാര് പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുടിയിൽ ശരിക്കും ഈ ഒരു സംഭവം നന്നായിട്ട് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു ഹെയർ ടോണർ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കണ്ടീഷണർ എന്ന് പറയാം. ഈ ഒരു കണ്ടീഷണർ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലോ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. 5-6 ദിവസം ഇതുപോലെ തന്നെ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റെയിനർ വെച്ച് അരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ അരിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് നമുക്കത് മാറും. അപ്പോൾ അങ്ങനെ ഒത്തിരി നാൾ നമുക്കിതിങ്ങനെ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കഞ്ഞിവെള്ളം കൂടി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മുടിയുടെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കും മുടി.
ഇപ്പോൾ നമ്മൾ മുടിയിൽ എണ്ണ തേക്കുന്നവരൊക്കെ ആണെങ്കിൽ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പു ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷണറും കൂടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ കണ്ടീഷണറുകളിൽ നമ്മൾ കൂടുതലായിട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് അതൊന്നും ചേർക്കുന്നില്ല. കാരണം ഓറഞ്ചിൻ്റെ തൊലിയിൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഇയും വൈറ്റമിൻ B12 ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് ഒക്കെ നമുക്ക് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഓർഗാനിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം.